രാജ്യസഭയിൽ പുതുക്കിയ അജണ്ടയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലില്ല, അധിക അജണ്ടയായി ഉൾപ്പെടുത്തിയേക്കും. ബില്ല് ഇന്ന് രാജ്യസഭയിൽ കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ അധിക അജണ്ടയായി ഉൾപ്പെടുത്തുമെന്നാണോ കരുതേണ്ടത്? തീർച്ചയായും ഉന്മേഷ്, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ ഈ ലോക്സഭ അവസാനിച്ചപ്പോൾ തന്നെ രാത്രി 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ബില്ല് രാജ്യസഭയിൽ കൊണ്ടുവരുമെന്ന് ഇന്നലെ തന്നെ അമിത്ഷാ അടക്കം സൂചിപ്പിച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ പുതുക്കിയ അജണ്ടയിൽ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ അധിക അജണ്ടയായി ഇത് വഖഫ് ബില്ല് ഉൾപ്പെടുത്താനാണ് സാധ്യത. ഒപ്പം തന്നെ 8 മണിക്കൂർ ചർച്ചയടക്കം ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചതുമാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇന്നും ഈ രാജ്യസഭയിലും ഈ ബില്ല് അവതരിപ്പിക്കുക. അതിനുശേഷം ഏതാണ്ട് 8 മണിക്കൂറിലേക്ക് ഈ ഒരു ചർച്ച നീണ്ടുപോകാനും സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അജണ്ടകളിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇന്നലെ ഈ ലോക്സഭയൊക്കെ വൈകിയത് കൊണ്ടാകാം അങ്ങനെ ഒരു കാരണമെന്നാണ് നമുക്ക് എംപിമാരുമൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇത് അധിക അജണ്ടയായി ഇത് ഉൾപ്പെടുത്താനാണ് നിലവിൽ സാധ്യത. ഉന്മേഷ്. ശരി വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.